മുല്ലപ്പെരിയാറിന്റെ കാര്യം മലയാളിയെ സംബന്ധിച്ചുള്ളത് ഒരു ഓൾമോസ്റ്റ് ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് എന്താണെന്ന് 87-ലോ 97-ലോ എന്തോ ഉണ്ടാക്കിയ ഡാമാണ്, പ്രായമായി, ഡീകമ്മീഷൻ ചെയ്യണം അല്ലെങ്കിൽ വളണ്ടബിൾ ആണ്. ഒരു ഡാം എന്ന് പറയുന്നത് അതിന്റെ സുരക്ഷ അത് എന്ന് ഉണ്ടാക്കിയെന്നുള്ളതിനെ അനുസരിച്ചല്ലായിരിക്കും, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കും. പക്ഷേ ഇത് മുല്ലപ്പെരിയാറിന് മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ 60ഓളം പഴത്തേക്കോളം മേജർ ഡാമുകളുണ്ട്. ഈ ഓരോ ഡാമുകളെയും നമ്മൾ ഒരേ ഫ്രെയിംവർക്കിൽ കൂടിയാണ് അനലൈസ് ചെയ്യേണ്ടത്. 60 ഡാമുകളെല്ലാം നമ്മൾ വേണ്ട തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 60 ഡാമുകൾക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ നമ്മൾ ഒരു കോമൺ ഫ്രെയിംവർക്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then you will have some dams which are completely fine and safe, some dams which probably need improved attention, and some dams which may have to be decommissioned for safety reason. ഈ തരത്തിലൊരു അനാലിസിസുമായിട്ട് നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ബെറ്റർ ക്രെഡിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഈ 59 ഡാമുകളും കംപ്ലീറ്റ്ലി ഫൈൻ, എല്ലാം ഒരു കുഴപ്പമില്ല, നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുന്നില്ല, ഈ ഒരു ഡാം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അതിന് അത്രമാത്രം ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല.